ജന്തർ മന്ദറിലുണ്ടായ CJP സമരം ആദ്യത്തെ 10-20 ദിവസം ആകെ 35 ആൾ മാത്രമായി ആരും ശ്രദ്ധിക്കാതെ കിടന്ന് ഉലയുകയായിരുന്നു, ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ സമരം കത്തിപ്പടരുന്ന തരത്തിൽ ഒരു ഊർജം അവിടെ ഉണ്ടായത്. ഈ ഊർജം ഉണ്ടാകുമ്പോൾ എന്താണ് അതിന് ഉപയോഗിച്ച പ്രേരക ശക്തികൾ എന്ന് നമ്മൾ വളരെ ശക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. ഇവിടുത്തെ സർക്കാർ അത് പഠിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് അവിടെ എത്തിയ പല അവതാരകരായി പ്രസിദ്ധ പേരുകളിൽ അറിയപ്പെടുന്ന പലരും ഇന്നേ വരെ കേരളത്തിലെ അതിദാരുണമായ അതിസങ്കടമായ ഒരു കാര്യത്തിലും ഇടപെടാതെ, അതിന് എതിരെ ഒരു വാക്കുപോലും പറയാതെ സ്വന്തം വരുമാനം കൊണ്ട് ദൂർത്തടിച്ച് ജീവിച്ച് പോയിരുന്ന ഈ വ്യക്തികൾ ഇതുപോലത്തെ പരീക്ഷ പേപ്പറുകൾ ചോർന്നതും പരീക്ഷ കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത പലതരം കഷ്ടത നിറഞ്ഞ കഥകൾ കേരളത്തിന് തന്നെ ഉള്ളപ്പോൾ അതിലൊന്നും പ്രതികരിക്കാൻ പോലും സമയം കണ്ടെത്താത്ത ഈ വ്യക്തികൾ ഡൽഹിയിലേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. അവർക്ക് കൊടുത്ത പ്രേരണ എന്താണ് എന്ന് ഭരണകൂടം അന്വേഷിച്ചേ മതിയാകൂ. കാരണം ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപകടം തന്നെയാണ്. പക്ഷേ കോമൺ ജനം അതിൻ്റെ ബാക്കിൽ എന്തോ മണക്കുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കും പോകാത്ത ഈ വ്യക്തികൾ ഇവിടെ ഈ സമയത്ത് പറന്നെത്തി ഡൽഹിയിലെ ആ ലഹളകൾക്ക് ചുക്കാൻ പിടിക്കാനായി മുന്നിൽ നിന്നു. ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആരാണ്? അത് അവരിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കൂ, അവിടെ ഇതേ സമയത്ത് പാക് ചാരസംഘടനയായ ISI ബോംബുകൾ എറിയാനുള്ള സംവിധാനങ്ങൾ റെഡിയാക്കി എറിയാൻ വേണ്ടി നിൽക്കുന്നു. ഈ സമരത്തിൻ്റെ സമയത്ത് ഇത്തരത്തിൽ കലാപമുണ്ടാക്കി നിരപരാധികളായ ആ നീറ്റ് പരീക്ഷ എഴുതിയ വളരെ തുച്ഛം ആണെങ്കിൽ 10-15 കുട്ടികൾ അതിൽ ആ ശരിയായ അവരുടെ വികാരം കൊണ്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നേരെ ബോംബെറിഞ്ഞ് അവരുടെ മരണത്തിൽപ്പെട്ട ആ കുട്ടികളുടെ 2-3 ബോഡികൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ കലാപകാരികളുടെ ശരിയായ ഉദ്ദേശവും അതിൻ്റെ അടിസ്ഥാനവും. അതിനെ തുടർന്ന് രാജ്യത്തൊരു കലാപമുണ്ടാക്കണം. ഇതുതന്നെയായിരുന്നു ആ കൂട്ടമായ ജന്തർ മന്ദിലെ ആ ലഹള പെട്ടെന്നുണ്ടായത്. അല്ലാതെ CJP പറയുന്നത് ശരി തന്നെ ആയിരിക്കാം, ഞങ്ങളല്ലേ, ഞങ്ങൾക്കൊന്നും അറിയില്ലേ, ആരൊക്കെയോ കയറിക്കൂടിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ CJP നേതാക്കളെയും സംശയിക്കണം. അവരെയും ശരിയായ രീതിയിൽ വളരെ അവരുടെ ഓരോ കാര്യങ്ങളും പഠിച്ച് അതിന് ശരിയായ രൂപരേഖ ഉണ്ടാക്കണം. ഇന്ന് പഞ്ചാബ് പോലീസാണ് അവിടെ ഒരു 9 അംഗ ഈ ഗ്യാങ്ങിൽ നിന്ന് പിടിക്കുന്നത്. ആ 9 അംഗം എന്ന് പറഞ്ഞാൽ ISIയുമായി ബന്ധപ്പെട്ടവർ ഇവിടെ നടക്കുന്ന ഓരോ സീനുകളും വീഡിയോയിൽ പിടിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ആ തെളിവോടെയാണ് പോലീസുകാർ അവരെ അവിടെ നിന്ന് പൊക്കിയത്. ആ പൊക്കുന്നതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഏതോ ഒരു പെൺകുട്ടി നമ്മുടെ പ്രധാനമന്ത്രിയെ, ആ പ്രധാനമന്ത്രിയുടെ അമ്മയേനൊക്കെ പച്ചത്തെറി പറഞ്ഞതും പറയിപ്പിച്ചതും ആരാണെന്ന് കണ്ടെത്തുക തന്നെ വേണം. ആ കുട്ടി ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ പാടില്ല.
ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാരാണ്, അതും കൂടി അന്വേഷിക്കണം. എന്നാൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഇനിയും കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് ഒരു ഭാഗത്ത് പഞ്ചാബ് പോലീസ് ശക്തമായി ഇടപെട്ടിട്ട് ആ 9 അംഗ സംഘത്തിനെ വളരെ വിദഗ്ധമായി പിടിച്ചു കൊണ്ടുപോയത് ആ ജന്തർ മന്ദറിൽ നിന്നും. പലരും രക്ഷപ്പെട്ടിട്ടുണ്ടാവുന്നേ, പലരും കലാപമുണ്ടാക്കാനായി ഇതിൻ്റെ ഇടയിൽ വന്ന് തമ്പടിച്ചവർ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും, ഒരു സംശയവും വേണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ ആരൊക്കെ മുന്നിൽ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും വിധേയമാക്കേണ്ട ചുമതല ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട്. അവരത് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉറച്ച വിശ്വാസം. കർഷകരുടെ സമരം നമ്മൾ കണ്ടതല്ലേ, അവിടെ എത്ര മാസങ്ങളോടെ സമരം നടന്നു ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിലേക്ക്, എന്നിട്ടും അത് പോയില്ല. ഇത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അങ്ങ് കലക്കിക്കളയാം കേന്ദ്ര സർക്കാരിനെ. അതായത് ജനാധിപത്യ രീതിയിൽ നല്ല ഭരണം നടത്തി ലോക ശ്രദ്ധ ഓരോ ദിവസവും ഇങ്ങനെ മുകളിലോട്ട് കുതിക്കുന്ന ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയെ തളർത്തുക, ഇന്ത്യയിൽ നല്ലൊരു ശക്തമായ നേതൃത്വം ഉണ്ടാവരുത്. ഇത് ആരാണ് തീരുമാനിക്കുന്നത്? പുറമേയുള്ളവർ. ആ പുറമേയുള്ളവർ അത് തീരുമാനിക്കുന്നു, അതിനു വേണ്ട കരുക്കൾ നിൽക്കുന്നു. ആ കരുക്കൾ നീക്കാൻ അവർ ഉപയോഗിക്കുന്ന ആരെയാണ്? ഇന്ത്യയിലെ ഈ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന ആ കുറച്ചു പേരെ അതിനുപയോഗിക്കുന്നു. ആർക്കാണ് ഇവിടെ നഷ്ടം? ഇവർ ആ വലയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവരുടെ ആ ചട്ടുകങ്ങളായി, അവരുടെ കാരിയേഴ്സായി ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് ഇവിടുത്തെ നിരപരാധികളായ ഇന്ത്യയിലെ ജനസമൂഹങ്ങൾക്കാണ്. നമ്മുടെ ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ലാതെ, വലിയ കലാപങ്ങളില്ലാതെ, വലിയ പൊട്ടിത്തെറികളില്ലാതെ നന്നായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അത് സഹിക്കാത്തവർക്ക് വേണ്ടി ഇവിടെ റാമൂളി ആ പണി, എന്ത് പണിയെന്ന് പറയുക, ആ പണി ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഏത് പാർട്ടിയായാലും വേണ്ടില്ല, അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വീഡിയോ റെക്കോർഡറാണ്, എല്ലാവരുടെയും മുഖങ്ങൾ കയ്യിലുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം ചെല്ലുന്തോറും വളരെ ശക്തമായി അന്വേഷിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട്, ഉറപ്പ് വരുത്തിയിട്ട് ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇവിടുത്തെ സമാധാനപ്രിയരായ ജനങ്ങളുടെ പ്രതീക്ഷ. പൗരത്വ ബില്ലിന് ഇവിടെ വലിയ കലാപം ഉണ്ടാക്കി, SIRന് കലാപം ഉണ്ടാക്കി, അങ്ങനെ പല നല്ല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കുമ്പോൾ അതിനൊക്കെ കലാപമുണ്ടാക്കും. പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ EVM മെഷീന് കുഴപ്പമില്ല, തോറ്റാൽ EVM മെഷീന് കുഴപ്പമായി. ഇങ്ങനെ ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ പച്ചത്തെറി പറയുന്ന ഒരു ജനവിഭാഗം ഇവിടെ പബ്ലിക്കായിട്ട് നമ്മൾ കാണുന്നു. എന്തിനു പറയുന്നു? നമ്മുടെ കേരള മുഖ്യമന്ത്രി VD സതീശന് എന്തോ ഒരു ചെറിയ കാര്യം ആരോ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതിന് സഡനായിട്ട് ആ ഒരു ആക്ഷൻ ഇവിടെ എടുത്തു, നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട്? സതീശൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ലോകരാജ്യത്തിൻ്റെ മുന്നിലെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയെ, അദ്ദേഹത്തിൻ്റെ അമ്മയെ ഒക്കെ വലിച്ചിഴച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ട് അതിനെതിരെ സംസാരിക്കാൻ ഒരു ചാനൽ പോലും ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടം. ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ അതാത് സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നതാണ് അതിലെ ഏറ്റവും അത്ഭുതകരമായ സംഭവം. ഒന്ന് ഓർത്തു നോക്കിയേ. എന്തായാലും വേണ്ടിയില്ല, ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആ സമരം അങ്ങ് ഇല്ലാതായി എങ്കിലും ഇനിയും പലതും പറഞ്ഞ് ഇത്തരത്തിലുള്ള നിസ്സാര കാര്യങ്ങൾ പുറത്തെടുത്തുകൊണ്ട്
പെടാനും സാധ്യതകൾ ഏറി നിൽക്കുകയാണ്. ഈ പ്രതിപക്ഷ പേര് പറഞ്ഞ് ഗോമൂത്രമെന്ന് പാർലമെൻറ്റിൽ സമയം കളഞ്ഞ് ചാണകം എന്നൊക്കെ വിളിച്ച് പറയും. പാർലമെൻറ്റിൽ എന്തൊക്കെ പറയാനുണ്ടെന്നേ ഭരണപരമായ കാര്യങ്ങൾ. ഈ നീറ്റാണ് വിഷയങ്ങൾ, അത് തന്നെ ആ പരീക്ഷ എങ്ങനെ നടത്തണം അതിന് സഹകരിക്കുകയല്ലേ വേണ്ടത്, അത് പരസ്പരം ചർച്ച ചെയ്യുകയല്ലേ വേണ്ടത്. ഇങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഈ നീറ്റ് പരീക്ഷ ചോർന്ന എവിടുന്ന ഈ ലഹള കൂട്ടുന്നവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് തന്നെയാണ്, അല്ലാതെ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ രാജ്യം നന്നാവുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാതെ കലാപം പൊട്ടിപ്പുറപ്പെടുപ്പിക്കുക, ഭരിക്കുന്നവരെ ഓടിക്കുക, രാജ്യം വിഭജിക്കുക, ഇത് തന്നെയാണ് ആ പഴയ പോളിസി തന്നെയാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്.